ഒരു 45 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇന്നു മുതൽ 45 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 24 എന്ന് പറയുന്ന ദിവസമായി തീരും. അതിനുള്ളിൽ തന്നെ ഈ 45 ദിവസം എത്തിക്കാതെ അതിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിലവിൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, വിരൽ തുമ്പത്തുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇവിടെ തുടരും എന്ന് തന്നെയാണ്. നമസ്കാരം. നീണ്ട നാളുകൾക്കൊടുവിൽ ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. LP-ST ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ഹോൾഡേഴ്സ് അവർ ഇപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രാവിലെ മുതൽ 2 മണിക്കൂർ നീണ്ട ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഈ വിഷയങ്ങൾ പഠിക്കുകയും അതേക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ നിരാഹാര സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. S വളർമതി എന്ന് പറയുന്ന റാങ്ക് ഹോൾഡർ നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ സമരം അവസാനിപ്പിച്ചു എന്ന് വാക്കാൽ പറയുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 45 ദിവസമാണ്. ആ 45 ദിവസം തങ്ങളുടെ ഒരു സാന്നിധ്യം സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് സമരപന്തലിൽ തന്നെ ഉണ്ടാകുമെന്നും പ്രതിഷേധം എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് വളർമതി പറയുന്നത്. എന്തായാലും ഇപ്പോൾ മന്ത്രിയുടെ ചേംബറിൽ വച്ച് വെള്ളം കുടിച്ചും അതിനുശേഷം സമരപന്തലിൽ ജ്യൂസ് കുടിച്ചും നിരാഹാര സമരം വളർമതി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി മുന്നോട്ടേക്ക് പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ പ്രതീക്ഷകൾ അത് വരുന്ന 45 ദിവസത്തിനുള്ളിൽ തന്നെ വ്യക്തമാകുന്നതായിരിക്കും. നിലവിൽ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു ഈ പറയുന്ന റാങ്ക് ഹോൾഡേഴ്സിന്റെ ആ ഒരു സമയം അത് നീട്ടി നൽകാം എന്നുള്ള തരത്തിലാണ് ഒരു സൂചനകൾ നൽകിയിരിക്കുന്നത്. മറ്റ് പ്രശ്ന പരിഹാരങ്ങളൊക്കെ തന്നെ തീരുമാനിക്കാൻ വേണ്ടി അതിന് ഒരു 45 ദിവസം കൂടെ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ HTV ഹെഡ് ടീച്ചർ വാക്കൻസി എന്ന് പറയുന്ന പോസ്റ്റ്, അതും ഡെയിലി വേജ് വർക്ക് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അതിനകത്ത് സാലറി കൊടുക്കുന്നുണ്ട്. അതൊരു പോസ്റ്റ് ക്രിയേഷൻ അല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ ഇപ്പൊ സെക്രട്ടേറിയറ്റിലുണ്ട്. അതേപോലെ 1:1 എന്ന് പറയുന്നത് അവര് പറയുന്ന എയ്ഡഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനാണ് 1:1 എന്ന് പറയുന്നു. നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഗവൺമെന്റിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് എയ്ഡഡിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിൽ ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവര് തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയം ഇതുവരെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അടുത്തത് ലിസ്റ്റ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അത് ലിസ്റ്റ് കാലാവധി തീരുന്ന സമയത്ത് മുറയ്ക്ക് തീർച്ചയായിട്ടും 2 അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് പരിഗണിക്കും എന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയം, നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും നീട്ടിവെക്കും എന്ന് തന്നെയുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം നിങ്ങളൊക്കെ കാണാൻ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയേണ്ടി വന്നത്. നിരാഹാരം അദ്ദേഹം വെള്ളം തന്നു. നിരാഹാരം ഞാൻ അവസാനിപ്പിക്കുന്നു. പക്ഷെ നമ്മൾ ഈ ആവശ്യം അവർക്ക് നടപ്പിലാക്കാൻ ഈ പറയുന്ന റേഷ്യോ കുറയ്ക്കുന്നതും HTUവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കാൻ, നമ്മൾ ആപ്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അത് പരിശോധിക്കാൻ, പഠിക്കാനല്ല പരിശോധിക്കാൻ ഒരു 45 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇന്നു മുതൽ 45 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 24 എന്ന് പറയുന്ന ദിവസമായി തീരും.
അതിനുള്ളിൽ തന്നെ ഈ 45 ദിവസം എത്തിക്കാതെ അതിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിലവിൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, വിരൽ തുമ്പത്തുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇവിടെ തുടരും എന്ന് തന്നെയാണ് ഗവൺമെന്റിനോട് അറിയിച്ചിരിക്കുന്നത്. സമരം, പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കും. അതായത് സമരമായി നടത്തില്ല, പകരം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. സമരം, പ്രതിഷേധമോ പ്രകടനങ്ങളോ ആയി തുടരില്ല. സമാധാനപരമായി ഞങ്ങൾ ഇവിടെ തുടരും. സെപ്റ്റംബർ 24 തീരുമാനമായില്ലെങ്കിൽ 25 മുതൽ ഉള്ളൂ പിന്നെ സമരത്തെ കുറിച്ചുള്ള ആലോചനയുള്ളൂ. തീർച്ചയായിട്ടും. കാരണം നമ്മളെ പരിഗണിക്കും എന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മൾ ഇതെല്ലാം ഡയല്യൂട്ട് ചെയ്യുന്നതും ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതും. അപ്പൊ ആ പരിഗണന പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം നമ്മളത് ആലോചിക്കും. ഇനി എങ്ങനെയാണ് തുടരേണ്ടത് എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കും. നിലവിൽ സമരം അവസാനിച്ചു. നിലവിൽ സമരം എന്നുള്ള രീതിയിൽ സമരം അവസാനിപ്പിക്കൂല. സമരത്തിലെ പ്രതിഷേധമോ പ്രകടനങ്ങളോ ഉണ്ടാവില്ല. ഇവിടെ മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ വേറെ പ്രകടനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ തുടരും സമരമായി തന്നെ. സമരം എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ തുടരും. നേരത്തെ നമ്മൾ രാവും പകലും ഇവിടെ തന്നെയാണ്. നിരാഹാര സമരമാണ്. ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഭാഗമായി ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഇതിനെ പിന്താങ്ങി, ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകര്, യുവജന സംഘടനകള്, വ്യക്തികള്, സെലിബ്രിറ്റീസ് എല്ലാവരുടെയും പൊതുവിഷയമായി ഇതൊരു സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനകത്ത് ഡയല്യൂഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഉണ്ടാവും, ഇവിടെ പ്രസൻസ് ഉണ്ടാവും. ഇല്ല, ഉപാധികളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വച്ചിട്ടില്ല. ഈ പറയുന്ന 1:1 എന്ന് പറയുന്ന എയ്ഡഡിൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കാര്യമാണെന്നാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ സർക്കാർ സ്കൂളിൽ നിന്നും ഇപ്പൊ കഴിഞ്ഞ മാസം 32 അധ്യാപകർ പുറത്തു പോവുകയും അതിന്റെ പ്രതിഷേധത്തെ തുടർന്ന് 23 പേരാണ് ആകെ സർവീസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. 9 പേര് ശമ്പളമില്ലാതെ നിലവിൽ പുറത്താണ്. അതേപോലെ ഇന്നലെ ഒരു HSAയിൽ ഒരു അധ്യാപകൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇതേ പ്രശ്നത്തെ തുടർന്ന് പുറത്താണ്. അങ്ങനെ ഒരു സംവിധാനം തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം, ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടാവണം. ഒരു അധ്യാപകനും ഈ പറയുന്ന സർവീസിൽ കയറി ചെയ്തതിനു ശേഷം പുറത്തു പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. അവർക്ക് തീർച്ചയായും ഒരു പ്രൊട്ടക്ഷൻ വേണം. അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും പഠിച്ച് ഇതിന് വേണ്ട ഉപാധികൾ ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യം കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.